ഹലോ, സൈലത്തിന്റെ മറ്റൊരു HSA മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അഥവാ മലയാളത്തിൽ അതിനെ പറയുന്ന പേര് ഗണിതാഗമന തത്വം എന്നാണ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് HSA മാത്തമാറ്റിക്സിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനാദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഗണിതാഗമന തത്വം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? n=1 ട്രൂ ആണെന്ന് തുടങ്ങുന്നു, n=k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് n=k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ അത് എല്ലാ n-നും ട്രൂ ആണ് എന്നുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നു, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ചോദ്യങ്ങൾ അതിന്റെ കണ്ടന്റ് പോലും അറിയാതെ ഓപ്ഷൻ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്താവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള സംഗതി പറഞ്ഞുതരാം. കണ്ടന്റ് വേണ്ട, എങ്ങനെയാണ് ഓപ്ഷൻ ഉത്തരത്തിലേക്ക് വരാം എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. എടാ, ഒന്നാമത്തെ ചോദ്യം നോക്ക്. 2024 HSA മാത്സിന്റെ NCE എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യ. എന്താ ചോദ്യത്തിൽ പറയുന്നത്? P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 3n ലെസ് ദാൻ n ഫാക്ടോറിയൽ ആണ് ഫോർ n ബിലോങ്സ് ടു n എന്ന പ്രസ്താവന ശരിയാകുന്നത് എപ്പോഴാ? അപ്പൊ P of n എന്ന് പറഞ്ഞ പ്രസ്താവനകൾക്ക് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന പേരാണ് P of n. അപ്പൊ P of n എന്ന് പറയുന്ന പ്രസ്താവന തന്നിട്ടുള്ളത് 3n ലെസ് ദാൻ n ഫാക്ടോറിയൽ. അതായത് 3ന്റെ nth പവർ 3ന്റെ ആ n ഫാക്ടോറിയലിനേക്കാൾ ചെറുതാണ്. എപ്പോ? എല്ലാ n ബിലോങ്സ് ടു n-നും. n-ലെടുത്താൽ എണ്ണൽ സംഖ്യകളിൽ എടുത്താൽ 3n ലെസ് ദാൻ n ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ പ്രസ്താവന. ചോദിച്ചത് ഇതാണടാ, ഈ പ്രസ്താവന ശരിയാകുന്നത് എപ്പോഴാണ്? ഒന്നാമത്തെ ഓപ്ഷൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ക്ക് പ്രസ്താവന ശരിയാണോ? അതായത് n 3 3നേക്കാൾ മുകളിലുള്ള ആളാണെങ്കിൽ ഇത് ശരിയാണോ? രണ്ടാമത്തെ ഓപ്ഷനോ n 6 അതിനേക്കാൾ മുകളിലുള്ള ആളോ ആണെങ്കിൽ ഇത് ശരിയാണോ? n 7 അതിനേക്കാൾ മുകളിലുള്ള ആളോ ആണെങ്കിൽ ശരിയാണോ? അതൊന്നുമല്ല, ഓപ്ഷൻ ഡി എല്ലാ n-നും ശരിയാ. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ അതിനാദ്യം നമ്മുടെ പ്രസ്താവന എടുക്കാം. എന്താ പ്രസ്താവന? 3n ലെസ് ദാൻ n ഫാക്ടോറിയൽ. n എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയിൽ നിന്നുള്ള ആളാക്കണം. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോവാടാ. എന്താ ഓപ്ഷൻ? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതിന്റെ അർത്ഥം എന്താ? n 3ക്കും അതിന് മുകളിലുള്ള എല്ലാവർക്കും ശരിയാന്നാ പറയുന്നത്. നോക്കാം. അപ്പൊ ആദ്യം n=3n ഇട്ട് കൊടുക്കാം. ശരിയാവോ നോക്കാം. n=3 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുക 3³ ലെസ് ദാൻ 3 ഫാക്ടോറിയൽ എന്നാ കിട്ടുക. 3³ എന്ന് പറഞ്ഞാൽ 3³ 27 ആണ്. ലെസ് ദാൻ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6. 27 6നേക്കാൾ ചെറുതാന്നാ പറയുന്നത്. അപ്പൊ ആ പ്രസ്താവന 3 തെറ്റാ. 3 തെറ്റാണെങ്കിൽ പിന്നെ 3 അതിനേക്കാൾ മുകളിലുള്ള ആൾക്കോ ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാ പറയുന്നത്. 3 അതിനേക്കാൾ മുകളിലുള്ള ആൾക്കോ ശരിയാണെന്നാ പറയുന്നത്. പക്ഷെ 3 തന്നെ ആള് തെറ്റാ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് അവിടുന്ന് വൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും തെറ്റാ. കാരണം എന്താ? എല്ലാ n-നും ശരിയാന്നാ പറഞ്ഞത്. 3 തന്നെ ശരിയല്ല, പിന്നെ എല്ലാ n-നും ആള് ശരിയാവോ? ഇല്ല. ഇനി അടുത്ത നോക്കാം. n=6 എടുത്ത് നോക്കാം. n ഗ്രേറ്റർ ദാൻ 6ന് കംപ്ലീറ്റ് ശരിയാണെന്ന് അവിടെ പറയുന്നത്. അപ്പൊ n=6 എടുത്ത് നോക്കാം. എന്താ കിട്ടുക? 3⁻6 ലെസ് ദാൻ 6 ഫാക്ടോറിയൽ എന്നാ തരുന്നത്. 3⁻6 എന്ന് പറഞ്ഞാൽ 3ന്റെ 6th പവർ എത്രയാ? 729 എന്ന് കിട്ടും. ലെസ് ദാൻ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720 ആടാ. 729 720നേക്കാൾ ചെറുതാണോ? തെറ്റാ. അപ്പൊ ഈ ഓപ്ഷനും തെറ്റാ. n 6 അതിനേക്കാൾ വലിയ സംഖ്യകൾക്കോ ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാ. കാരണം 6നെ തെറ്റാണ്. അപ്പൊ ഏതായിരിക്കും ഉത്തരം വരിക? ഓപ്ഷൻ സി, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറയുന്ന ആളാണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ കണ്ടോ, കണ്ടന്റ് ഒന്നും അറിയണ്ട, ഓപ്ഷനിലേക്ക് മാത്രം നോക്കിയിട്ട് ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം കിട്ടിയല്ലോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ഇനി അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും ശരിയാ. n 7 എടുത്താലും 8 എടുത്താലും 9 എടുത്താലും 10 എടുത്താലും അതിന് മുകളിലുള്ള എല്ലാവർക്കും ആ സാധനം ശരിയായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കടാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. n ഏത് തരത്തിലുള്ള സംഖ്യയാകുമ്പോഴാണ് 2n-1 അഭാജ്യ സംഖ്യ ആകുന്നത്? അഗൈൻ HSA മാത്സിന് NCE എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. n ഏത് തരത്തിലുള്ള എണ്ണൽ സംഖ്യ ആകുമ്പോഴാണ് 2n-1
അഭാജ്യ സംഖ്യ ആകുന്നത്, അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞ പ്രൈം നമ്പർ 2n-1 പ്രൈം നമ്പർ ആകണമെങ്കിൽ n എന്താകണം? ഓപ്ഷൻസ് നോക്കാം. എണ്ണൽ സംഖ്യ ആണെങ്കിൽ അത് ശരിയാവോ? ഒന്നാമത്തെ ഓപ്ഷൻ എണ്ണൽ സംഖ്യ. അപ്പൊ നമ്മൾ ഒരു എണ്ണൽ സംഖ്യ ഇട്ട് കൊടുക്കുന്നു, n = 1 എണ്ണൽ സംഖ്യ. n 1 ഇട്ട് കൊടുത്ത അഭാജ്യ സംഖ്യ കിട്ടുന്നുണ്ടോ നോക്കാം. 2⁻1 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആ, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആ. 1 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അവിടുന്ന് നമുക്ക് കൗണ്ടർ ആക്കാം. രണ്ടാമത്തത് ഭാജ്യ സംഖ്യ, അതായത് കോമ്പോസിറ്റ് നമ്പർ, അഭാജ്യ സംഖ്യ അല്ലാത്ത ആളുകളാകുമ്പോൾ എന്നാ പറയുന്നത്. അപ്പൊ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ അഭാജ്യ സംഖ്യ അല്ലാത്ത ആള് നോക്കാം. n = 1 അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ n = 1 ഇത് തെറ്റ, അപ്പൊ അതും പോയി. അടുത്തത് ഒറ്റ സംഖ്യകൾക്ക് നോക്കാം. n = 1 ഒറ്റ സംഖ്യ, n = 1 ശരിയല്ല, അപ്പൊ ഇതും പോയി. പിന്നെ ഏതിനായിരിക്കും ഓപ്ഷൻ വരിക? അഭാജ്യ സംഖ്യകൾ n ഇട്ട് കൊടുത്താൽ മാത്രമേ 2n-1 അഭാജ്യ സംഖ്യ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. n = 2 ഇട്ട് കൊടുത്താലോ? അഭാജ്യ സംഖ്യ അല്ലേ? അപ്പൊ 2⁻2 - 1 4 - 1 3 അഭാജ്യ സംഖ്യ. ഓക്കെ, അപ്പൊ n അഭാജ്യ സംഖ്യ ഇട്ട് കൊടുത്താലാണ് ഇത് ശരിയാവുക. 2n എന്നുള്ളടത്ത് 3 ഇട്ട് കൊടുത്തു, 2⁻3 - 1 2³ ആണ്. 8 - 1 എന്ന് പറഞ്ഞാൽ 7 അഗൈൻ അഭാജ്യ സംഖ്യ. അപ്പൊ നോക്കടാ, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ ഡി ആണ് അതിൽ റൈറ്റ് ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ? ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒറ്റ ചോദ്യം കൂടെ നോക്കാം. 1 × 2 + 2 × 3 + 3 × 4 എക്സെട്ര എന്ന ശ്രേണിയിലെ n പദങ്ങളുടെ ആകെ തുക എന്ത്? നോക്കടാ, 1 × 2 + 2 × 3 + 3 × 4 എക്സെട്ര. ഇവിടുത്തെ ആദ്യത്തെ ടേം 1 × 2, അടുത്ത ടേം 2 × 3, അടുത്ത ടേം 3 × 4 ആണ്, പ്ലസ് എക്സെട്ര. ഇതിന്റെ ഇക്വേഷൻ താഴെ പറയുന്നവയിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ ഏതാ? n × n+1 × 2n+1/6 ആണോ? n × n+1 ആണോ? n × n+1/2 ആണോ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് നോക്കാം. എടാ, n × n+1/2 ഒക്കെ നമ്മൾ എണ്ണൽ സംഖ്യ കൂട്ടാനുള്ള ഇക്വേഷനിലെ പഠിച്ചത്. എണ്ണൽ സംഖ്യകളുടെ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതല്ലേ n × n+1/2. അപ്പൊ അത് കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇനി അത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ നോക്കുക? ആദ്യം ബി എന്ന് പറയുന്ന ഓപ്ഷൻ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ നോക്കുക. n × n+1 കണ്ടാൽ തന്നെ അറിയാം അത് ശരിയാവൂല എന്ന്. n × n+1 ഇതാകുന്നുണ്ടോ? ഒറ്റൊന്നിന് ചെക്ക് ചെയ്താൽ മതി. n 1 കൊടുക്കുമ്പോൾ ഇത് റെഡി ആവുന്നുണ്ടോ നോക്കുക. n 1 എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടേമിന്റെ സമ്മ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യത്തെ ഒരു ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ 1 × 2 അത്രേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ കിട്ടുക? n 1 ഇട്ട് കൊടുത്താൽ 1 × 1 + 1 1 × 1 + 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 × 2 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആ. അപ്പൊ n = 1 അത് ശരിയാവുന്നുണ്ട്. ഇനി n = 2 അത് ശരിയാവുന്നുണ്ടോ നോക്കടാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ കിട്ടുക? ആദ്യത്തെ രണ്ട് ടേമുകളുടെ സമ്മ് 1 × 2 2 2 × 3 6 6ഉം 2ഉം കൂട്ടിയാൽ എത്രയാ കിട്ടുന്നത്? 8. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. n 2 കൊടുത്താൽ 2 × 2 + 1 2 + 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആ. 2 × 3 എന്ന് പറയുന്നത് 6 ആ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവുന്നില്ല. അപ്പൊ n = 2 അത് ഫാൾസാ. അപ്പൊ അത് പോയി. ഇനി അടുത്ത നോക്കാം. n × n+1/2 ചെക്ക് ചെയ്ത് നോക്കാം. n × n+1/2 ആണ് ഉത്തരം എന്ന് വിചാരിക്കുക. അതിനും ചെക്ക് ചെയ്ത് നോക്കാം. n = 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യത്തെ ഒരു ടേമിന്റെ സമ്മ്, അതായത് 1 × 1 1 × 2 ആരാണ്? 2 ആ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? n = 1 കൊടുത്താൽ 1 × 1 + 1 2/2 എന്ന് കിട്ടുന്നുണ്ട്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ 1. അപ്പൊ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവുന്നില്ല. n = 1 തന്നെ അയാൾ ശരിയല്ല. അപ്പൊ അതും കൗണ്ടറായി. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറയുന്ന സാധനം നോക്കാം. ഏതാ ഓപ്ഷൻ ഡി? n = 2n + 3 × 2n + 4/6 നോക്കാം. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാടാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് n = 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ ഒരു ടേമിന്റെ സമ്മ്, ദാറ്റ് ഈസ് 1 × 2 2. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? n = 1 ഇട്ട് കൊടുത്ത 2 × 1 + 3 2 + 3 5 × 2 + 4 2 + 4 6/6 6ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 5 എന്ന് കിട്ടും. അവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താകുന്നില്ല? ഈക്വൽ ആവുന്നില്ല. അപ്പൊ ഇതും റോങ് ആണ്. റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. കണ്ടോ?
അപ്പൊ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ വേണ്ട. ഈ ചോദ്യം ഇങ്ങനെ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എഗെയിൻ ഇയാൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, HSA മാത്തമാറ്റിക്സിന്റെ തമി മീഡിയത്തിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ചോദ്യങ്ങൾ ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൗണ്ടർ ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പോർഷന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ഓക്കെടാ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പോർഷനുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.